ഹായ് മലയാളീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ വീണ്ടും ഒരു കൊലപാതക വാർത്തയുമായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതും ദുബായിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ട്രിവാൻഡ്രം സ്വദേശികളാണ് കേട്ടോ. ട്രിവാൻഡ്രത്തെ നെടുമങ്ങാട് ബോണക്കാട് സ്വദേശിനിയായ ആനിമോൾ ഗിൽഡയാണ് കൊലപ്പെടുത്തിയത്. എന്താല്ലേ, ഇപ്പം ഈ ഇത്തരം വാർത്തകൾ തന്നെയാണ് നമ്മൾ കുറേ ദിവസം കൊണ്ട് കേൾക്കുന്നതല്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ദുബായിലെ 2 നേഴ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിമരിച്ച കാര്യം നമ്മൾ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് സമാനമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതും. ഗിൽഡയ്ക്ക് 26 വയസ്സാണ് കേട്ടോ. എന്തായാലും ഈ ഒരു കേസിൽ അറസ്റ്റിലായ ആൺ സുഹൃത്ത് എന്ന് പറയുമ്പോൾ കാമുകൻ, ഇവിടെ കാമുകന് പകരമാണല്ലോ ആൺ സുഹൃത്ത് എന്ന് പറയുന്നത്. എന്തായാലും ആൺ സുഹൃത്ത് എന്ന് നമുക്ക് പറയാം, കാരണം അത് തന്നെയാണ് മെയിൻ ചാനലുകളിലൊക്കെ എടുത്ത് പറയുന്നത്. അവർക്ക് കാമുകൻ എന്ന് എടുത്തു പറയാൻ വയ്യ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൺ സുഹൃത്ത് അബിൻ ലാലിനാണ് ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത്. അയാളെ പിടികൂടിയിട്ടുണ്ട്, അയാൾ കുറ്റവും സമ്മതിച്ചിട്ടുണ്ട്. സംഭവശേഷം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞതും അതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്തതും. സംഭവം ചെയ്തിട്ട് രക്ഷപ്പെടാനൊക്കെ ശ്രമങ്ങളൊക്കെയാണ് നടത്തിയത്. എന്തായാലും യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം ഇയാൾ രക്ഷപ്പെടാനുള്ള ശ്രമം അത്രയും നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ അബിൻ ലാലിന്റെ ഫോട്ടോ ഈ ഒരു സുഹൃത്തുക്കൾ കൈമാറിയതോടുകൂടിയാണ് പോലീസിന് ഇയാളാണ് ഈ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഇയാളുടെ ആ ഒരു രൂപരേഖ കിട്ടി. നേരത്തെ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഈ ഒരു ആൺ സുഹൃത്തിന്റെ ഫോട്ടോസ് ഒന്നും പുറത്ത് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പോലീസിനും ആ ഒരു ഫോട്ടോ കിട്ടുകയും അതിന് പ്രകാരമാണ് ഈ ഒരു ദുബായിലെ രാജ്യാന്തര വിമാനത്താവളത്തിലെ ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്യലില് ഇയാള് പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. ദുബായ് കരാമയിലെ ഈ മാസം 4-ന് വൈകിട്ട് 4 മണിക്കായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തിയത്. കരാമയിലെ മത്സ്യ മാർക്കറ്റിലെ പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോളും കൂട്ടുകാരോടൊപ്പം താമസിച്ചിരുന്നത്. അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാൻ എല്ലാ ഞായറാഴ്ചയും ഈ ഒരു അബിൻ ലാൽ ഇവിടെ വരാറുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടൊത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാവുകയും പെട്ടെന്ന് ആനിമോളെയും കൂട്ടി ഈ ഒരു അബിൻ ലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടയ്ക്കുകയും ചെയ്തു. തുടർന്ന് ആനിമോളുടെ നിലവിളി കേട്ടാണ് മറ്റുള്ളവർ ഓടിക്കൂടിയപ്പോഴേക്കും അബിൻ ലാൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. കത്തി കുത്തേറ്റ ചോര വാർന്ന് പിഴയുന്ന ആനിമോളെയാണ് ഈ ഒരു കൂട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ ഇവര് പോലീസിലെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ദുബായിലെ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിലെ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്നു ആനിമോൾ. ഏതാണ്ട് 1 വർഷം മുൻപ് അബിൻ ലാൽ തന്നെയാണ് ആനിയെ ഇവിടേക്ക് കൊണ്ടുവന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ ഗിൽഡയുമായി ആനിമോളുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ബന്ധം ഏർപ്പെടുത്തിയതാണ്. ആനിമോളെ വിവാഹം കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അബിൻ ലാൽ എന്നാണ് ഈ ഒരു സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. എന്നാൽ ആനിമോളുടെ വീട്ടുകാർക്ക് ഈ ഒരു ബന്ധം ഇഷ്ടമില്ലായിരുന്നു എന്നും മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതേ തുടർന്നുള്ള ഒരു വാക്ക് തർക്കമായിരിക്കാം കൊലപാതകത്തിൽ കലാശിച്ചതെന്നും സംശയമുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഇവിടെയും സെയിം വില്ലൻ എന്ന് പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത് അല്ലെ. ഇന്ന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴിയാണ് ഓരോരുത്തർ പരിചയപ്പെടുന്നതും ഇത്തരം ചതിക്കുഴികളിൽ വീഴുന്നത്, അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിൽ എത്തുന്നത്. എന്തായാലും ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയത്തിലായ ആനിമോളെ യുഎയിലേക്ക് എത്തിച്ചതും അബിൻ ലാൽ ആണെന്നുള്ള സുഹൃത്തുക്കൾ പറയുന്നത്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ മാത്രം പരിചയമുള്ള ഒരാളുടെ കൂടെ ആനിമോൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ദുബായിലേക്കൊക്കെ പോയത്? മേ ബി ആ ഒരു ബന്ധം നല്ല രീതിയിൽ അങ്ങ് പോയി കാണല്ലേ. അപ്പം 1.5 വർഷം മുൻപ് യുഎയിൽ എത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു. കൊലപാതകം നടന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം ആനിമോളെ കാണാൻ ഈ ഒരു പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിലും എത്തിയിരുന്നു. ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലെത്തിയെന്നാണ് ഇവരുടെ സുഹൃത്തുക്കൾ നൽകുന്ന വിവരം. ആനിമോളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല. കൊലപാതകത്തിൽ വിശദ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം. നടപടികൾ പൂർത്തിയാക്കി ആനിമോളുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നും സാമൂഹിക പ്രവർത്തകർ പറഞ്ഞു. ദുബായ് പോലീസ് മോർച്ചറിയിലുള്ള ആനിമോളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് സാമൂഹിക പ്രവർത്തകനായ സലാം പാപ്പിനിശ്ശേരി നേതൃത്വം നൽകുന്നുണ്ട്.